ഈ വീഡിയോയിൽ മൈക്രോനേസ് NS നേസൽ സ്പ്രേ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതാണ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പ്, നേസൽ ടിപ്പ്, ആക്ച്വേറ്റർ, പിന്നെ മെഡിസിൻ കണ്ടെയ്നർ. നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം മാത്രം ഈ നേസൽ സ്പ്രേ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച്. കൈകൾ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം തുടങ്ങുക, കാര്യങ്ങൾ ശുചിത്വവും വൃത്തിയുള്ളതുമാകുന്നതിന്. കുപ്പി മുകളിലേക്കും താഴേക്കും ചരിച്ചുകൊണ്ട് ഏകദേശം 5 സെക്കൻഡ് പതുക്കെ ഷേക്ക് ചെയ്തതിനു ശേഷം മാത്രം പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് തുറക്കുക. നിങ്ങൾ സ്പ്രേ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലോ ഒരു ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലോ പമ്പ് കുറച്ചു സമയം ഒരു നേരിയ മിസ്റ്റ് വരുന്നത് വരെ അമർത്തിപ്പിടിക്കുക. സ്പ്രേ കണ്ണുകളിൽ നിന്നും അകലെയായി വെക്കുക. നോസിലിന്റെ അറ്റത്ത് സൂചി കൊണ്ട് ദ്വാരമിടരുത്. നിങ്ങൾ നേസൽ സ്പ്രേ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ചെറുതായി ചീറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ മൂക്ക് വൃത്തിയാക്കുക. ബോട്ടിൽ നേരെ പിടിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ നോസിലിന്റെ മുകളിലായി വെക്കുക. നോസിൽ ഉള്ളിലേക്ക് വെച്ച് നോസിൽ പ്രസ് ചെയ്യുന്നതിനൊപ്പം മെല്ലെ മൂക്കിലൂടെ ശ്വാസമെടുക്കുക. മെല്ലെ വായിലൂടെ പുറത്തേക്ക് ശ്വാസമിടുക. രണ്ടാമതൊരു സ്പ്രേ ആവശ്യമെങ്കിൽ ഇതുവരെയുള്ള ക്രമങ്ങൾ ആവർത്തിക്കുക. അടുത്ത നാസാദ്വാരത്തിലും ഇത് ആവർത്തിക്കുന്നതിനായി മറുവശത്തേക്ക് മാറ്റുക. ആവശ്യമെങ്കിൽ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ കാത്തിരുന്നതിനു ശേഷം മൂക്ക് വൃത്തിയാക്കുക. ഉടനെ തന്നെ തുമ്മുകയോ മണം പിടിക്കുകയോ ചെയ്യരുത്. അതിനുശേഷം നോസിൽ വൃത്തിയുള്ള ടിഷ്യൂ ഉപയോഗിച്ച് വൃത്തിയാക്കുക. നിങ്ങളുടെ നേസൽ സ്പ്രേ വൃത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ. എല്ലാ ആഴ്ചയും നേസൽ സ്പ്രേയുടെ നോസിൽ വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബോട്ടിലിൽ നിന്നും വേർപെടുത്തുന്നതിന് നോസിൽ മുകളിലേക്ക് വലിക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ ക്യാപ്പും നോസിലും നന്നായി കഴുകുക. അതിനുശേഷം നോസിലും ഡസ്റ്റ് ക്യാപ്പും ഇളം ചൂടുവെള്ളത്തിൽ അല്പനേരം മുക്കിവെക്കുക. ബോട്ടിലേക്ക് തിരികെ വയ്ക്കുന്നതിന് മുൻപ് നോസിലും ക്യാപ്പും റൂം ടെമ്പറേച്ചറിൽ ഉണങ്ങാൻ അനുവദിക്കുക. വൃത്തിയാക്കാനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിക്കുകയോ ഡോക്ടറോട് ചോദിക്കുകയോ ചെയ്യാം. കുഞ്ഞുങ്ങളെ നന്നായി ശ്വസിക്കാനും സുഖമായിരിക്കാനും ആത്മവിശ്വാസത്തോടെ വളരാനും സഹായിക്കാം ഓരോ സ്പ്രേയിലൂടെയും. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. പ്രധാന നിർദ്ദേശങ്ങൾ: ഈ ഉൽപ്പന്നം നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഉപയോഗിക്കുക. ശുപാർശ ചെയ്യുന്ന അളവിൽ കവിയരുത്. മരുന്ന് ഫലിക്കാൻ കുറച്ച് ദിവസമെടുക്കുമെന്നതിനാൽ പതിവ് ഉപയോഗം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ചികിത്സ നിർത്തരുത്. ഈ ഉൽപ്പന്നം നിങ്ങൾക്കായി പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതാണ്. ഇത് മറ്റുള്ളവരുമായി പങ്കിടരുത്. ഇത് കുട്ടികൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഉപയോഗത്തിനു മുമ്പും നന്നായി കുലുക്കുക. ഇത് ബാഹ്യ ഉപയോഗത്തിനു മാത്രം. മൂക്കിൽ